സ്ത്രീകളുടെ സൈക്കോളജി എന്തെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ ഇടയിലെ പല കുടുംബങ്ങളും തകരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഒരിക്കലേ ഒരു സഹോദരി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായി കടന്നു വന്നു. അവളുടെ ദുഃഖങ്ങൾ കണ്ണീരോടെ പറയുകയാണ്. ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. അവൾ അനാഥയായൊരു പെൺകുട്ടിയാണ്. പോരാത്തതിന് അവളുടെ കാലുകൾക്ക് വൈകല്യവുമുണ്ട്. ഇപ്രകാരമുള്ള ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയുകയാണ്, ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഭർത്താവ് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ അഭയം പ്രാപിച്ചിരിക്കുക. അമ്മായിയമ്മയും മറ്റു ബന്ധുക്കളും അവരോടൊപ്പമാണ്. എന്നെ ആർക്കും വേണ്ട ബ്രദറെ. വിവാഹം കഴിഞ്ഞ ആ സ്ത്രീയുടെ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ മറുപടി, നീ വിവാഹിതയല്ലേ, പോലീസിലൊരു കേസ് കൊടുക്ക് എന്നായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞ മറുപടി. പിന്നെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനെയൊരു കേസ് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് ഞാൻ നൽകേണ്ടത് എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരു പ്രാർത്ഥന എഴുതിയിട്ട് പറഞ്ഞു, 40 ദിവസം നീ പ്രാർത്ഥന കണ്ണീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. 40-ാം ദിവസം കർത്താവ് എന്തെങ്കിലും അത്ഭുതം ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി എൻ്റെ അടുത്ത് വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഭർത്താവ് എന്നെ തിരികെ വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ അമ്മായിയമ്മ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് താമസമായി. ഞാൻ ചെറിയൊരു വീട് വാടകയ്ക്കെടുത്തു. അവിടെ ഞാനും എൻ്റെ അമ്മായിമ്മയും കൂടി താമസമായി. എനിക്കത് മതി ബ്രദറെ എന്ന് പറയുക. ചില സ്ത്രീകളുടെ ദുഃഖങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു പരിഹാരവും നമുക്ക് കൊടുക്കാനുണ്ടാവില്ല. നമ്മൾ ആ പരിഹാരം അന്വേഷിച്ച് പോകുമ്പോൾ അവർ പറയും എന്താണെന്നറിയാമോ, മതി ബ്രദറെ, ബ്രദറെ കേട്ടല്ലോ, അത് മതി, എനിക്ക് പരിഹാരം ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അതായത് ചിലരുടെ ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ ഒരു ആളെ വേണം. അവർ അതിന് കാണുന്നതാണ് അവരുടെ ഭർത്താക്കന്മാർ. അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവർ ഭർത്താക്കന്മാരുമായി ഷെയർ ചെയ്യുമ്പോൾ ഭർത്താക്കന്മാർ അവരെ കേൾക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പല കുടുംബങ്ങളിലെയും തകർച്ചയ്ക്കൊരു കാരണം ഭാര്യമാരുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ ഇത് കേൾക്കാത്ത ഭർത്താക്കന്മാരാണ്. ഒരിക്കലേ ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന് പറയുകയാണ്, ബ്രദറെ, അവൾക്ക് മുഴുവട്ടാണ് ബ്രദറെ. എന്താ കാര്യം? അവൾക്ക് എൻ്റെ ബന്ധക്കാരെ കണ്ണിന് കണ്ടുകൂടാ, മുഴുവൻ കുറ്റങ്ങളാ. ഞാൻ നോക്കുമ്പോൾ അവരൊരു കുറ്റം ചെയ്യുന്നില്ല, പക്ഷെ ഇവൾക്ക് കാണുന്നത് മുഴുവൻ കുറ്റങ്ങളാ. എന്നോട് എപ്പോഴും പറയുന്നത് എൻ്റെ അമ്മയുടെ കുറ്റം, എൻ്റെ അപ്പൻ്റെ കുറ്റം, എൻ്റെ സഹോദരങ്ങളുടെ കുറ്റം, ഇതിങ്ങനെ പറയുക. ഞാൻ അവളെ വെറുത്തു, മടുത്തു. അവൾക്ക് മാനസിക രോഗമായിരിക്കും ബ്രദറെ. അപ്പോൾ ഞാൻ ആ സഹോദരിയെ വിളിച്ച് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അവൾ പറയുകയാണ്, ബ്രദറെ, എൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ ഞാൻ എൻ്റെ ഭർത്താവിനോടല്ലേ പറയുന്നുള്ളൂ, അവരോടൊന്നും പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. ഈ മനുഷ്യനൊന്ന് കേട്ടുകൂടെ? ഈ മനുഷ്യനൊന്ന് കേട്ടാൽ മാത്രം മതി, എനിക്ക് ആശ്വാസമാകും. ഞാനത് പരിഹാരവും ചോദിക്കുന്നില്ല. അവരുമായി പ്രശ്നം ഉണ്ടാക്കണമെന്നോ അവരുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവരുമായി കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്നൊന്ന് കേട്ടുകൂടെ എൻ്റെ ഭർത്താവിന് ബ്രദറെ? ഞാൻ പിന്നെ വേറെ ആരോടത് പറയുന്നത്? നാട്ടിലെ പെണ്ണുങ്ങളോട് പോയി പറയണോ? ന്യായമല്ലേ? പക്ഷെ ഇത് കേൾക്കാൻ സാധിക്കാതെ ഭർത്താവ് അവളെ മാനസിക രോഗിയായി ചിത്രീകരിക്കുക. സ്ത്രീകളുടെ സൈക്കോളജി അങ്ങനെയാണ്. അവരെ ഒന്ന് കേട്ടാൽ മതി, അവർക്ക് ആശ്വാസമായി, അവരുള്ളിലുള്ളതൊക്കെ തുറന്നു പറയും. ഭർത്താക്കന്മാർ ഇത് കേൾക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഭർത്താക്കന്മാരത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. വേറൊരു സന്ദർഭത്തിൽ ഇതുപോലെ കുടുംബത്തിലാകെ പ്രശ്നമായിരിക്കാം, തകർന്ന് തരിപ്പണമായി, ബന്ധങ്ങൾ തമ്മിൽ തകർന്നു. ഭർത്താവും
ഭർത്താവിൻ്റെ പെങ്ങളും നാത്തൂനുമായി ഭാര്യ തെറ്റിയിരിക്കുന്നു, ഭർത്താവ് തെറ്റിയിരിക്കുന്നു, ആകെ സഹോദരനുമായി വഴക്ക്. എന്താ കാര്യം? ഞാൻ സംസാരിച്ചപ്പോൾ വിഷയം ഇതായിരുന്നു. നന്നായി ഒരുമിച്ച് പോകുന്ന കുടുംബ, പക്ഷേ ഈ സ്ത്രീ, ഈ ഭാര്യ തൻ്റെ നാത്തൂനോട് അമ്മായിയോടുള്ള വിഷമങ്ങളെല്ലാം, കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളെല്ലാം ഇതൊക്കെ ഭർത്താവിനോട് പറയും. ഭർത്താവ് എന്തെന്ന് പറയുമോ, ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കാനായി അവരുമായി കിടന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെ അമ്മയെ വെറുപ്പിച്ചു, അപ്പനെ വെറുപ്പിച്ചു, സഹോദരങ്ങളെ വെറുപ്പിച്ചു, നാത്തൂനെ വെറുപ്പിച്ചു, അളിയനെ വെറുപ്പിച്ചു, എല്ലാവരുമായി കലഹം. ഇപ്പം എല്ലാവരും പറയുന്ന പേരെന്താ? ഈ സ്ത്രീ വീട്ടിൽ കടന്ന് വന്നതിന് ശേഷമാണ് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇനി നകന്നു പോയത്. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ആ സ്ത്രീ അവർക്കുള്ളിലുള്ള വിഷമം മുഴുവൻ ഭർത്താവിന് പറഞ്ഞപ്പോൾ ഭർത്താവ് അതിനുള്ള പരിഹാരം തേടിപ്പോയി. ഇവിടെ പരിഹാരം ആ സ്ത്രീക്ക് ആവശ്യമില്ലെന്നേ. ഭാര്യയ്ക്ക് ഈ വിഷയങ്ങളിലൊന്നും ഒരു പരിഹാരം ആവശ്യമില്ല, ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ പരിഹാരം അന്വേഷിക്കാൻ പോയപ്പോൾ എന്ത് സംഭവിക്കുക? കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണമായി ഇവർ ഒറ്റപ്പെട്ടു പോയി. എന്നിട്ട് ഭാര്യ എന്നോട് ചോദിക്കുകയാണ്, ഇവരെന്തിനാണ് പരിഹാരം അന്വേഷിച്ചു പോയത്? എനിക്ക് ആ പരിഹാരം ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഉള്ളു തോന്നുന്ന വിഷമമൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ അവരുമായി പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ലല്ലോ ബ്രദറെ എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം നമ്മൾ വിവിധമായ കുടുംബങ്ങളെ കാണുക. ഒരു സ്ഥലത്ത് തന്നെ കേൾക്കാതെ ഉപേക്ഷിച്ച ഭർത്താവ്, വേറെ സ്ഥലത്ത് തന്നെ കേൾക്കാത്ത ഭർത്താവ്, വേറെ സ്ഥലത്ത് തന്നെ കേട്ടിട്ട് അതിന് പരിഹാരം തേടി കുടുംബം തകർത്ത ഭർത്താവ്. ഇനി വേറൊരു കുടുംബത്തിലേക്ക് പോയി. അവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അവരുടെ പ്രശ്നം ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ല, ഇതാണ് ഭാര്യയുടെ പ്രശ്നം. അയാൾ ലോകത്ത് സകലരെടുത്ത് നടന്ന് വർത്താനം പറയും, പക്ഷെ എന്നോട് മാത്രം സംസാരിക്കുന്നില്ല. എന്താ കാര്യം? ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുകയാണ്, അവളോട് വർത്തമാനം പറയുന്ന ബ്രദറെ ഞാൻ അവളുമായി വഴക്കാവും. കാരണം അവൾക്ക് എന്നോട് പറയാനുള്ളത് പരാതി മാത്രമാണ്, ഒരു നല്ല വാക്കും പറയാനില്ല. എല്ലാവരുടെയും പരാതികൾ ഇങ്ങനെ പറയും, ഞാൻ അതിനെതിരെ പ്രതികരിക്കും. എന്നിട്ട് അവസാനം ഞങ്ങൾ തമ്മിൽ വഴക്കായി. അപ്പം എനിക്ക് എന്തെങ്കിലും മനസ്സൊന്ന് തുറന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടെത്തി സംസാരിക്കുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിപ്പായി അകന്നുപോയി. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? സ്ത്രീകൾക്ക് വിഷമങ്ങളുണ്ടാകും. ഈ വിഷമങ്ങളെല്ലാം അവർ തുറന്നു പറയും. അത് കേട്ടാൽ മാത്രം മതിയെന്നേ. അത് കേൾക്കാൻ ഒരാളെയാണ് അവർ ഭർത്താവായി മുന്നിൽ കാണുന്നത്. അത് മനസ്സിലാക്കാതെ തകർന്നു പോകുന്ന കുടുംബങ്ങളെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. ഒരിക്കലും ഒരു സഹോദരി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. ആ സഹോദരി പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മ അവൾക്കെതിരെ ചെയ്ത കാര്യങ്ങൾ, നാത്തൂൻ അവർക്ക് ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം കേട്ടപ്പോൾ ഒരു TV സീരിയൽ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. TV സീരിയലിലെ വിഷമിച്ചു കൊടുക്കുന്ന പോലെയും അങ്ങനത്തെ കഥകളൊക്കെ പറയില്ല, അതുപോലെയൊക്കെ പല കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അവരോട് ചോദിച്ചേ, സഹോദരി TV സീരിയൽ കാണുന്നുണ്ടോ? അപ്പോൾ സഹോദരി പറഞ്ഞു, ഇല്ല, ഞാൻ TV സീരിയൽ ഒന്നും കാണുന്നില്ല, ഒറ്റ സീരിയലും കാണുകയില്ല, ഞാൻ ധ്യാനത്തിന് വന്നതിന് ശേഷം സീരിയൽ കാണുന്നത് നിർത്തി പറയുന്നു. അപ്പം ഞാൻ ആ സഹോദരി പറഞ്ഞു, ഇനി നാളെ മുതൽ സീരിയൽ കണ്ടുകൊള്ളുക. കാരണം എന്താ പറയുക, ഈ TV സീരിയലുകൾ കാണാനായി പുരുഷന്മാരധികം ഇരിക്കാറില്ല, ഇരിക്കുന്നവരുണ്ടാകും, വെറുതെ കണ്ടിരിക്കും. പക്ഷേ സ്ത്രീജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ് TV സീരിയലുകൾ. ഈ TV സീരിയലുകളിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പുരുഷന്മാരൊക്കെ ചിരിക്കും, ഒരു ലോജിക്കും കാണുന്നില്ല. പക്ഷെ ഇതെങ്ങനെയാണ് സ്ത്രീജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി കടന്നു ചെല്ലുന്നത്? എങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയമായി മാറുന്നത്? അവരുടെ സൈക്കോളജി വായിച്ചുകൊണ്ടുള്ള രീതിയിലാണ് TV സീരിയലിൻ്റെ നിർമ്മാണം എന്നുള്ളത്. അതിൻ്റെ കഥയും തിരക്കഥയും സ്ത്രീ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടുള്ള റീഡിങ്ങാണ്. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇവരുടെ ചിന്താധാരകൾ ഈ രീതിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം
ഇവർ സീരിയലുകൾ ഉപേക്ഷിച്ചപ്പോൾ ഈ സ്ത്രീയുടെ വിഷയം ഏതാണ്? സീരിയലൊന്നും കാണുകയില്ല, പകരം സീരിയലിലെ കഥകളെല്ലാം സ്വന്തം ബന്ധക്കാരുടെ കഥകളാക്കി എടുത്തുകൊണ്ട് അതുപോലെ ചിന്തിച്ചു വർണ്ണിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്തായാലും പരദൂഷണം പറയും, ഇല്ലാത്ത കാര്യങ്ങളും വിളിച്ചു പറയും. ആ സ്ഥിതിക്ക് TV സീരിയലിലെ വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ആ കഥകൾ അങ്ങനെയായി പോകും. പരദൂഷണം പറഞ്ഞ പാപല്ലേ, സീരിയലിലെ കഥകൾ പറഞ്ഞ പാപമാകുമോ? ഞാൻ ആ സഹോദരി പറഞ്ഞു, സഹോദരിയുടെ ആത്മീയ വളർച്ച സീരിയൽ കാണാൻ പറ്റാത്ത വണ്ണം വളർന്നിട്ടില്ല. അതുകൊണ്ട് സഹോദരി TV സീരിയൽ കാണുക, എന്നിട്ട് ഇങ്ങനെ പറയുന്ന കഥകളൊക്കെ സീരിയലിലെ കഥകളായിക്കൊള്ളുക. സ്വന്തം കുടുംബ ബന്ധത്തിലെ കഥകളാകാതിരുന്ന പോരെ. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും ചിന്തിക്കും സീരിയൽ കാണുന്നത് തെറ്റല്ലേ. യഥാർത്ഥത്തിൽ സ്ത്രീ സൈക്കോളജിക്ക് അനുസൃതമായ രീതിയിലാണ് അതിൻ്റെ തിരക്കഥയൊക്കെ. അതുകൊണ്ടല്ലേ അവർക്ക് ഇഷ്ടമാവുന്നത്. ആ രീതിയിൽ റീഡ് ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ ആനന്ദം കണ്ടെത്തിക്കൊള്ളട്ടെ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുറ്റങ്ങൾ പറയുന്നതിനേക്കാളും ആ രീതിയിൽ അവരെ കാണുന്നതിനൊക്കെ നല്ലതല്ലേ സീരിയൽ കഥാപാത്രങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്നത്. ഇത് ആത്മീയമായി വളർന്നവർക്കുള്ള ഉപദേശമല്ല കേട്ടോ, സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഉപദേശമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വേറൊരിക്കൽ ഒരു സ്ത്രീ പറഞ്ഞൊരു വിഷയമാണ്, ഹൈന്ദവ സ്ത്രീയാണ്. വർഷങ്ങൾക്ക് ശേഷം ധ്യാനത്തിന് കടന്നു വന്ന് മാനസാന്തരപ്പെട്ട് ഇപ്പോഴും ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ യേശു ക്രിസ്തുവിനെയാണ് വിശ്വസിക്കുന്നത്. അവർ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം കുമ്പസാരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞതാണ്, വേറെ എനിക്ക് ഉള്ളു തുറന്നൊന്ന് കാര്യങ്ങൾ പറയണം, എൻ്റെ ഭാരം കർത്താവിന് മുമ്പിൽ ഇറക്കി വെക്കണം, അതിനുവേണ്ടി മാത്രം ഷെയർ ചെയ്യാനാണ് ബ്രദറിനോട് ഞാൻ പറയുന്നത്. ബ്രദർ കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആ സഹോദരി പറഞ്ഞ കഥയാണ് അവരുടെ സംഭവം. അവർ വീട്ടുകാരും അറിയാതെ അയൽവാസിയായ ഒരു വ്യക്തിക്ക് കടം കൊടുത്തു. 50,000 രൂപയാണ് കടം കൊടുത്തത് അന്നത്തെ കാലത്ത്. പിന്നീട് തിരികെ ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ കടം തിരിച്ചു കൊടുക്കുന്നില്ല. ഒരിക്കലും ആരുമില്ലാത്തപ്പോൾ ആ മനുഷ്യൻ അവളുടെ വീട്ടിൽ കയറുകയും ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഈ സ്ത്രീ ആ പുരുഷനെതിരെ കേസ് കൊടുക്കാൻ പോയില്ല. കാരണം തൻ്റെ 50,000 രൂപ അവൻ്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്, അത് അവൾക്ക് വേണമല്ലോ. ഇപ്രകാരം തെറ്റിക്കഴിഞ്ഞാൽ, കേസായി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ തിരിച്ചു കിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ലോകത്ത് ചൂഷണം ചെയ്യുന്ന പല വ്യക്തികളുണ്ട്. ആ ചൂഷണത്തിൻ്റെ വിവിധ രീതികളാണ്. കടം കൊടുത്ത് ആ കടം തിരിച്ചു ചോദിക്കാതിരിക്കാൻ പരസ്പരം ഭിന്നിപ്പിക്കുക, അല്ലെങ്കിൽ കലഹമുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, പിന്നെ ചോദിക്കില്ലല്ലോ. അതിനുവേണ്ടി ആ വ്യക്തിയെ ചൂഷണം ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം വീട്ടുകാരറിയാതെ, സ്വന്തം ഭർത്താവും അപ്പനൊന്നും അറിയാതെ കടം കൊടുക്കുന്ന അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യുന്ന സാധാരണ സ്ത്രീകൾ, ഞാൻ ബിസിനസ് വർക്ക് ചെയ്യുന്ന ലേഡീസിനെയോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്വയം പര്യാപ്തതയുള്ള സ്ത്രീകളോ അല്ല പറയുന്നത്. സാധാരണ സ്ത്രീകൾ, കുടുംബത്തിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന സാധാരണ സ്ത്രീകൾ വീട്ടുകാരറിയാതെ സ്വന്തമായി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്രയവിക്രയം നടത്തുമ്പോൾ ചൂഷണത്തിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കണമെന്നും ആ ക്രയവിക്രയങ്ങളെല്ലാം തൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ അറിഞ്ഞു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വലിയൊരു സൂചന എനിക്ക് ആ കൗൺസിലിങ്ങിനോട് ലഭിക്കുക. പിന്നെ ഒരിക്കൽ ഭക്തി കൂടിയ ഒരു സ്ത്രീയുമായി കൗൺസിൽ ചെയ്യാനിടയായി. അവർ പറഞ്ഞ വിഷയം ഇതായിരുന്നു. അത് കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അവരുടെ ഭർത്താവ് എന്നും മദ്യപിച്ച് പുറത്ത് കിടന്നുറങ്ങും. കൂട്ടുകാരോടൊപ്പം മദ്യപിക്കുന്നു, വീടിന് പുറത്ത് കിടന്നുറങ്ങുന്നു, വീടിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല. ചോദിച്ചറിഞ്ഞപ്പോൾ ഈ വ്യക്തി ധ്യാനം കൂടിയതിനു ശേഷം ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ലൈംഗികത എന്തോ വലിയ പാപമാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭർത്താവിനെ അകറ്റി നിർത്തി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ഭർത്താവ് അവളെ വിട്ടുപോയി മദ്യത്തിലും കുടുംബത്തിൽ നിന്ന് അകന്നുപോയി കൂട്ടുകാരോടൊപ്പം മദ്യപിക്കുന്നു, പുറത്ത് കിടന്നുറങ്ങും. ഈ ഒരു രീതിയിലേക്ക് ആ കുടുംബം തകർന്നുപോയി. ആ വ്യക്തിയുടെ മദ്യപാനത്തിന് കാരണം ആരാ? യഥാർത്ഥത്തില് ദൈവം
കുടുംബം എന്നുള്ളൊരു കൺസെപ്റ്റ് രൂപീകരിച്ചിരിക്കുന്നതിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്നായിക്കൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കണമെന്നുള്ളൊരു സ്വപ്നം മാനുഷികമായ സാമൂഹ്യ ക്രമത്തിന്റെ ഭാഗമായി തനിയെ ഉണ്ടായതല്ല, മറിച്ച് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തതും യേശുക്രിസ്തു പുനരവതരിപ്പിച്ച നിയമവുമാണ്. അതുകൊണ്ടാണ് വിവാഹം ഒരു കുദാശയായിട്ട് നാം അംഗീകരിക്കുന്നത്. അപ്പൊ എന്താ വിഷയം? പരിശുദ്ധ തൃത്വത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നത് പോലെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഭാര്യയും ഭർത്താവും കർത്താവിൽ ഒന്നായിരിക്കണം എന്നുള്ളൊരു സ്വപ്നമാണ് വിവാഹം എന്ന സ്വപ്നത്തിലൂടെ ദൈവം ഏദൻ തോട്ടത്തിൽ അവതരിപ്പിച്ചത്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്നാക്കപ്പെടണം, പരസ്പരം സ്നേഹിക്കണം, ലയിക്കണം എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ കാതലായ വസ്തുത എന്ന് പറയുന്നത്. അവിടെ ഒരുപക്ഷെ ആദ്യം ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യമാർ കേൾക്കുകയായിരിക്കും, പിന്നീട് ഭാര്യമാർ പറയുന്നത് ഭർത്താവ് കേൾക്കുമായിരിക്കും. അടുത്ത കാലഘട്ടത്തുമ്പോൾ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പറയുന്നതും പിളരുന്നതായിരിക്കും. എന്നാൽ അവസാനം അവർ രണ്ടുപേരും കൂടി ഒന്നായിക്കൊണ്ട് അവർക്കിടയിൽ ഒരു മനസ്സ് രണ്ടുപേരുടെയും ചേർന്ന ഒരു മനസ്സ്, അതായത് പുരുഷന്റെ ഇഷ്ടം മാത്രം നടപ്പിലാക്കുന്ന ഭാര്യയല്ല, ഭാര്യയുടെ ഇഷ്ടം മാത്രം നടപ്പിലാക്കുന്ന ഭർത്താവല്ല, ഭാര്യയും ഭർത്താവും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു മനസ്സ് രൂപപ്പെടുന്നിടത്താണ് വിവാഹം എന്ന കുദാശ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അപ്പോഴാണ് ഒറ്റ ശരീരമായി തീരുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ചിന്തയും, അവൾ എന്ത് ചിന്തിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഭർത്താവും അവൻ എന്ത് ചിന്തിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഭാര്യയും, ആ ഒരു ഐക്യത്തെയാണ് വിവാഹം എന്ന കുദാശ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഭാര്യയ്ക്ക് ഭാര്യയുടെ വഴി, ഭർത്താവിന് ഭർത്താവിൻ്റെ വഴി. അവർ രണ്ടുപേരും ചില സന്ദർഭങ്ങളിൽ മാത്രം ഒന്നാക്കപ്പെടുന്നു, മറ്റു സന്ദർഭങ്ങളിൽ വിഭജിച്ചു പോകുന്നു. ഇങ്ങനെയുള്ളൊരു ബന്ധമല്ല ക്രൈസ്തവ വിവാഹത്തിന്റെ ലക്ഷ്യം. ചില കുടുംബങ്ങളിൽ ഭാര്യയ്ക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടും ഡെപ്പോസിറ്റുകളും സ്വന്തമായി ഫിനാൻസും, ഭർത്താവിന് അതുപോലെ മറ്റൊരു ഫിനാൻസ്, പ്രത്യേകിച്ച് സമ്പന്നരുടെ ഭവനങ്ങളിലാണ് സംഭവിക്കുന്നത്. അവൾക്ക് അവളുടേതായ വരുമാനങ്ങളും അവളുടേതായ ചെലവുകളും, ഭർത്താവിന് ഭർത്താവിൻ്റെതായ വരവുകളും ചെലവുകളും. ഭർത്താവ് ഭാര്യയിൽ നിന്ന് കടം വാങ്ങുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് കടം വാങ്ങുന്നു. സാമ്പത്തികമായ ഐക്യമില്ലായ്മ, കൂട്ടായ്മയില്ലായ്മ. ഒരു കുടുംബമാണെങ്കിലും രണ്ട് ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ഇത് വിവാഹമെന്ന കുദാശയ്ക്ക് ചേർന്നതല്ല. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ പങ്കാളിത്തമുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തികമായ ക്രമം വീട്ടിലുണ്ടാകണം. ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ, സ്വന്തമായി ഉപയോഗിക്കാൻ പൈസ കൊടുക്കാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വന്തമായി സമ്പാദിക്കാം, കുഴപ്പമുള്ള കാര്യമില്ല. ഭാര്യയുടെ സമ്പാദ്യം മുഴുവൻ ഭർത്താവിന് കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞ അർത്ഥം. ഭർത്താവിന്റെ സമ്പാദ്യം മുഴുവൻ ഭാര്യയ്ക്ക് കൊടുക്കണമെന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. പക്ഷേ അവർ ചെയ്യുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞിരിക്കണം, രണ്ടുപേരും പരസ്പരം അത് ഷെയർ ചെയ്ത് മനസ്സിലാക്കണം. രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണം എന്നുള്ളതാണ് യഥാർത്ഥമായ കുടുംബജീവിതത്തിന്റെ അർത്ഥതലം എന്ന് പറയുന്നത്. ഇവിടെ ഭാര്യയുടെ സമ്പാദ്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭർത്താവോ, ഭർത്താവിന്റെ സമ്പാദ്യം ആവശ്യപ്പെടുന്ന ഒരു ഭാര്യയോ ഉണ്ടായിരിക്കരുത്. ചില കുടുംബത്തിൽ പോയപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവൾ സമ്പാദിക്കുന്നു, അവൾ ചെലവഴിക്കട്ടെ എന്ന് പറയുന്ന ഭർത്താവ്, അവൻ സമ്പാദിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി ചെലവഴിക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്ന ഭാര്യ, അല്ലെങ്കിൽ അവളുടെ സമ്പാദ്യത്തിൽ ഞാൻ ഒന്നും എടുക്കുന്നില്ല, പിന്നെ അവൾ എന്തിന് എന്നോട് ഈ പണം ചോദിക്കുന്നു എന്ന് ചോദിക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഇവിടെ വന്ന് താമസിക്കുന്നത്, അതുകൊണ്ട് അവൾ എൻ്റെ ചെലവും കൂടി ചെയ്യട്ടെ എന്ന് പറയുന്ന ഭർത്താവ്.
ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞ ഒരു വിഷയമാണ്. ഭാര്യ ഭർത്താവും ഒരുമിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഭാര്യ അവനെയും അവൻ്റെ അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ച് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നു. അവസാനം ഭാര്യയും മക്കളും വേണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവരെ വീട്ടുകാരെ വിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് മക്കളും കൂടെ ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ പോയി താമസിക്കാൻ. അങ്ങനെ താമസിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ വന്ന് താമസിക്കുന്നില്ലേ, നീ എൻ്റെ കൂടി ചെലവ് നടത്തണം എന്ന് പറയുക. അപ്പോൾ അവൾ പറയുകയാണ്, നീ ഇവിടെ വന്ന് താമസിക്കുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ നീ സമ്പാദിച്ച് എന്നെ കൂടി നോക്കണം. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ സമ്പാദിച്ച് നിന്നെ കൂടി നോക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ എൻ്റെ കൂടെ വരണം. സാമ്പത്തികമായ ഐക്യമില്ലാത്തത് കൊണ്ട് തകരുന്ന കുടുംബങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ക്രിസ്തു നൽകുന്ന ഒരു പാഠമുണ്ട്. സ്ത്രീയും പുരുഷനും ഇനി രണ്ടല്ല ഒറ്റ ശരീരമായി തീരണം. അത് മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.